ഓക്കെ. തേർഡ് ആക്ടിവിറ്റി എന്താ പറഞ്ഞത്? കവിതയിലെ മരം ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടിയിൽ നിന്നും കണ്ടെത്തി എഴുതുക. അതില് രണ്ടാമത്തത് മരം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത്? പൈതങ്ങൾക്കായി പഴമൊഴി പത്തായം തുറക്കുന്നു. നെക്സ്റ്റ്, തളരുന്നവർക്ക് തണൽ നൽകുന്നു. പിന്നെ ലാസ്റ്റ് വൺ, സുഗന്ധം പൊഴിക്കുന്ന പൂക്കൾ ബാക്കി വെക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കവിതയില് മരം ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് നാലാമത്തത് വാക്യങ്ങൾ എഴുതാമെന്നാണ്. എന്താ പറഞ്ഞത്? വീട്ടുപറമ്പിലെ ഒരു മരത്തെ കുറിച്ച് 4 വാക്യങ്ങൾ എഴുതുക. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മാവ് എന്ന മരത്തിനെ കുറിച്ച്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മരത്തെ കുറിച്ച് നാളെ വരുമ്പോ നിങ്ങൾ എഴുതിയിട്ട് വരണം. എഴുതി വരുവോ? എല്ലാവരും റെഡിയാണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മൾ അഞ്ചാമത്തെ എന്താ പറഞ്ഞേ? കുറിപ്പ് എഴുതുക എന്നാണ്, അല്ലെ? ഈ കവിത വായിച്ചതിന് ശേഷം ജസ്ന എഴുതിയ കുറിപ്പ് വായിക്കാം. എന്നിട്ട് വായിച്ചു. എന്ത്? എന്റെ മുത്തശ്ശൻ എന്ന ഒരു കുറിപ്പാണ് അവൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, കവിതയില് പ്രായമായ ഈ മരത്തെ മുത്തച്ഛനുമായിട്ടാണ് ഉപമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ പ്രായം ചെന്ന മുത്തച്ഛനെ ഓർമ്മ വന്നു. മുത്തച്ഛനെ എല്ലാവരോടും ഇഷ്ടമായിരുന്നു. അദ്ദേഹം കഥ പറഞ്ഞു തരികയും പാട്ട് പാടിത്തരികയും ചെയ്തിരുന്നു. ഒരു നാൾ മുത്തച്ഛൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. എങ്കിലും ആ കഥകളും പാട്ടുകളും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് അവൾ എഴുതിയ, അല്ലെ? ഇതുപോലെ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുത്തച്ഛനെ കുറിച്ച് ഒരു കുറിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും മുത്തച്ഛനുണ്ടല്ലോ, ഗ്രാൻഡ് പാരന്റ്സ് ഇല്ലേ? ഗ്രാൻഡ് ഫാദർ ഉണ്ടോ? ഗ്രാൻഡ് ഫാദറിനെ പറ്റി നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതും. ഓക്കെ ആണോ? അല്ലേ? സംശയിക്കുകയാണോ എല്ലാവരും? അല്ല. ഓക്കെ, അപ്പൊ അത് എഴുതുന്നു പറഞ്ഞു. നെക്സ്റ്റ് എന്താ ഉള്ളത്? അടുത്തതാണ് നമ്മൾ ചൊല്ലുകൾ ശേഖരിക്കാം എന്ന് പറഞ്ഞത്, അല്ലെ? എന്തൊക്കെയാണ്? മരത്തെ കുറിച്ചുള്ള ചൊല്ലുകൾ ശേഖരിക്കാം. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മരം ഒരു വരം. നെക്സ്റ്റ് ഒന്ന് അജിത്ത് പറഞ്ഞു, അല്ലെ? എന്താ അജിത്ത് പറഞ്ഞു? ഒന്നുകൂടി പറഞ്ഞു അജിത്തെ, ഉറക്കെ പറഞ്ഞു കൊടുത്തേ അവർക്ക്. അജിത്ത് അൺമ്യൂട്ട് ചെയ്തോ? അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിലവ്. ഓക്കെ. അത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് മരത്തെ കുറിച്ചുള്ള ഏതൊക്കെ ചൊല്ലുകൾ അറിയാം? വേറെ ആർക്കറിയാം? അടുത്തത് ആർക്കെങ്കിലും അറിയോ? മരം ഒരു വരം എന്നൊക്കെ പറയുന്നത് പോലെ ഇനി ആർക്കും ഇല്ല പറയാൻ? ഉണ്ടോ? അമനൊക്കെ ഉണ്ട്, അലൻ തോമസിനുണ്ട്. ഓക്കെ, അലൻ എന്താണ് അലൻ? അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കണം. അണ്ണാന് മരം കയറ്റം പഠിപ്പിക്കണം. നെക്സ്റ്റ് അമന്ന. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യം. ഒരു മരം 10 പുത്രന്മാർക്ക് തുല്യം. ഓക്കെ, നെക്സ്റ്റ് ആർക്കറിയാം? ഇനി അൻഷി. എന്താ അൻഷി? എന്ത് മരം? മരത്തിന് വേരുബലം. മരത്തിന് വേരുബലം. പിന്നെ കുറച്ചുകൂടി അതുണ്ട്, മനുഷ്യന് ബന്ധുബലം. മരത്തിന് വേരുബലം, മനുഷ്യന് ബന്ധുബലം. അങ്ങനെയാണത്, അല്ലേ? നെക്സ്റ്റ്, മരമറിഞ്ഞ് കൊടിയിടണം. മരമറിഞ്ഞ് കൊടിയിടണം. അടുത്തത്, മരമില്ലാ നാട്ടിൽ ആവണക്ക് മഹാമരം. മരമില്ലാ നാട്ടിൽ എന്താ? ആവണക്ക് മരം അറിയോ? മരം മഹാമരം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇതൊക്കെ ഇത്രയും മരങ്ങളെ കുറിച്ച് ഉണ്ട്. പ്ലാവ് വെക്കാൻ തോന്നും. ചക്ക തിന്തോറും പ്ലാവ് വെക്കാൻ തോന്നും. അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകൾ ഉണ്ട് മരത്തിനെ കുറിച്ച്, അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തി എഴുതണം. ജസ്റ്റ് 2 മിസ് എഴുതി തരണോ? അല്ല നിങ്ങൾ എഴുതുവോ? മരം ഒരു വരം ഇവിടെ ഉണ്ട്. പിന്നെ എന്താ എഴുതുന്നത്? മരത്തിന് വേരുബലം, മനുഷ്യന് ബന്ധുബലം. നെക്സ്റ്റ്, അടുത്ത എന്തായിരുന്നേ? മരമറിഞ്ഞു കൊടിയിടണം. വേണമെങ്കിൽ എഴുതി വെച്ചോ നിങ്ങള്.
അപ്പൊ എന്തൊക്കെയാ? മരത്തിന് വേരുബലം, മനുഷ്യന് ബന്ധുബലം. ലംന്ന് താഴെ എഴുതിയിട്ടുണ്ടേ മിസ്. അപ്പൊ ഒന്ന് മരം ഒരു വരം എഴുതുക. നെക്സ്റ്റ് മരത്തിന് വേരുബലം, മനുഷ്യന് ബന്ധുബലം. നെക്സ്റ്റ് മരമറിഞ്ഞ് കൊടിയിടണം. ഇത് ഒന്നാണ്. ഇനി അടുത്തത് രണ്ടാമത്തത് മരമറിഞ്ഞ് ആൻസർ എഴുതിയെടുത്തേ മോനെ. ഓക്കെ. അപ്പൊ ഒന്നാമത്തത് മരം ഒരു വരം എഴുതുക. രണ്ട് അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ മരത്തിന് വേരുബലം, മനുഷ്യന് ബന്ധുബലം. അടുത്തത് മൂന്നാമത്തത് മരമറിഞ്ഞ് കൊടിയിടണം. മതിയല്ലേ? മൂന്നാണ്. നെക്സ്റ്റ് വൺ എന്താണ് നോക്കിയേ. അടുത്തെന്താ? ഒരേ അർത്ഥമുള്ള പദം കണ്ടെത്തുക. അല്ലേ? ഇത് എഴുതിയെടുത്തോ? എല്ലാവരും എഴുതിയെടുക്കുക. അതിനുശേഷം പറയാം. എഴുതിയോ മക്കളെ? റാസി എഴുതാൻ പഠിച്ചു അല്ലേ? നല്ല രീതിയില് അല്ലേ റാസി? നല്ല ഗുഡ് ബോയ് ആയി അല്ലേ? എല്ലാം പഠിച്ചു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഫിനിഷ് ആണോ? നെക്സ്റ്റ് പറയട്ടെ. അടുത്ത എന്താ? ഒരേ അർത്ഥമുള്ള പദം കണ്ടെത്തുക. മരക്കൊമ്പിൽ കിളി മുട്ടയിട്ടു. ആ റെഡിങ്കിൽ എഴുതിയ കിളി എന്നതിന് വേറെ പദങ്ങൾ മനസ്സിലായോ? അർത്ഥം വരുന്ന വേറെ പദം കണ്ടെത്തുക എന്നാണ് പറയുന്നത്. അപ്പൊ കിളിക്ക് നിങ്ങൾക്കറിയോ? എഴുതി കഴിഞ്ഞോ? അറിയോ കിളി എന്നതിന് വേറെ പദങ്ങൾ ഏതാ? ഇവിടെ അമന്നെയൊക്കെ കൈപൊക്കുന്നുണ്ട്. പക്ഷിയുണ്ട്. നെക്സ്റ്റ് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഇഫ്ര പറയാൻ പറ്റുമോ? പക്ഷി ഒന്ന് ഒരർത്ഥം വരുന്നതാണ് അല്ലെ കിളിക്ക്. എന്താണ് നമ്മള്? പൈതലിന് കുട്ടി. കിളിക്ക് എന്തെങ്കിലും ഒന്നുകൂടി അറിയോ നിങ്ങക്ക്?
പക്ഷി, പറവ, പറവ, ഓക്കെ. പക്ഷിക്കിളിക്ക് പക്ഷി, പറവ, പതംഗം ഇതൊക്കെ പക്ഷി എന്ന അല്ലെങ്കിൽ കിളി എന്ന മീനിങ് ആണ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് പൈതൽ. പൈതൽ കുട്ടി അല്ലേ? കുട്ടി, ശിശു ഇതൊക്കെ വരും അല്ലേ? കുട്ടി, പൈതൽ. കിടാവ്, മരം, കിടാവ്, കുട്ടി, കിടാവ്, പൈതൽ ഇതൊക്കെ വരും അല്ലെ? പൈതലിന്റെ അർത്ഥം കുട്ടി, കിടാവ് ഒക്കെ വരും. നെക്സ്റ്റ് വൺ എന്താണ്? മരം. മരത്തിന് വൃക്ഷം, വൃക്ഷം, തരു, ശാഖി, വിടബി ഇതൊക്കെ വരും. ഓക്കെ. വൃക്ഷം, മരം. തരു, തരു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്കത് എഴുതാം അല്ലെ? നമുക്ക് എഴുതി വെക്കണ്ടേ? ഒരേ അർത്ഥമുള്ള പദം കണ്ടെത്തുവാനും പറഞ്ഞല്ലേ? ഇപ്പൊ മരക്കൊമ്പിൽ കിളി മുട്ടയിട്ടു എന്നുള്ളത് ആ റെഡിങ്കിൽ എഴുതിയ കിളി എന്നതിനാണ് നമുക്ക് വേറെ പദങ്ങൾ കണ്ടെത്തണം. അപ്പൊ മരക്കൊമ്പിൽ പക്ഷി മുട്ടയിട്ടു എന്ന് എഴുതാം അല്ലെ? കിളിന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് നിങ്ങൾക്ക് എഴുതാം അല്ലെ? കിളി. കിളിയുടെ അർത്ഥം പഠിച്ചു വെക്കാം അല്ലെ? ഇത് കളയട്ടെ? ഓക്കെ, ക്ലിയർ ചെയ്യുന്നേ? ഓക്കെ. അപ്പൊ കിളീന്ന് എഴുതുക നിങ്ങള്, എന്നിട്ട് ഒരു ഹൈഫൻ ഇടുക. കിളി. എന്നിട്ട് എന്ത് ചെയ്യുക? ചെറിയൊരു വരയും. എന്നിട്ട് എഴുതുക പക്ഷി, ഇത് നോട്ടിൽ എഴുതി വെക്കാൻ വേണം കേട്ടോ. പക്ഷി, പറവ. നെക്സ്റ്റ് പൈതലാണ് ഉള്ളത് അല്ലെ? റെഡിങ്കില് പൈതൽ. കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചു. അപ്പൊ പൈതൽ കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചു എന്നുള്ളത് ഒരേ ഒത്തുള്ള പദം കണ്ടെത്താനാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി വരുമ്പോ പദങ്ങൾക്ക് അർത്ഥം നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? പൈതൽ. പൈതൽ എഴുതിയിട്ട് എന്ത് എഴുതുക? ചെറിയൊരു ഹൈഫൺ ഇടുക. കുട്ടി. കാക്ക് ഊച്ചിനുട്ടാം തീയ നിങ്ങള് മിസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സംശയം വരുവോ? അറിയാതെ ഇട്ടു വേണം. കുട്ടി. ഇതെന്താ പറഞ്ഞ? കിടാവ് പറഞ്ഞു അല്ലെ? ശിശു എന്നുണ്ടെങ്കിൽ എഴുതാട്ടോ. രണ്ടെണ്ണം മതി നമുക്ക് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് മരം നമുക്ക് തണൽ തരുന്നു എന്നാണ്. അപ്പൊ വൃക്ഷം, മരം. മരം എഴുതി അതേ സമാനാർത്ഥം വരുന്ന പദങ്ങളാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. മരം, വൃക്ഷം, വൃക്ഷായാണേ. വൃക്ഷം, കോമിട്ടു, തരു. ഓക്കെ. വൃക്ഷം, തരു, ശാഖി, വിടവി അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് രണ്ടെണ്ണം എഴുതാം കേട്ടോ. തരു. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? മരക്കൊമ്പിൽ പക്ഷി മുട്ടയിട്ടു എന്ന് എഴുതാവണം അല്ലെ? നെക്സ്റ്റ് കുട്ടി കരഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചു. പൈതൽ എന്നുള്ളത് കുട്ടി നോക്കണം. നെക്സ്റ്റ് മരം നമുക്ക് തണൽ തരുന്നു. വൃക്ഷം നമുക്ക് എന്ത് ചെയ്യുന്നു? തണല് തരും. അടുത്തത് മുകളിൽ കൊടുത്ത വാക്യങ്ങൾ ചുവന്ന നിറത്തിലുള്ള പദങ്ങൾ ശ്രദ്ധിക്കുക. അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ താഴെ കൊടുത്ത വാക്യങ്ങളിൽ ചുവന്ന പദങ്ങളുണ്ട്. അവ കണ്ടെത്തി. താഴെ ഉണ്ട് കേട്ടോ. പരസ്പരം മാറ്റി എഴുതുക. അമ്മ തൊട്ടിലാട്ടിയപ്പോൾ കുട്ടി ചിരിച്ചു. നദീതീരത്തുള്ള വൃക്ഷം ചരിഞ്ഞു വീണു. ആകാശത്ത് പക്ഷി ചിറകു വീശി പറന്നു. അപ്പൊ ഓരോ പദങ്ങൾ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്.